ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഈ ഗരീനോടായിട്ട് ടോക്കൻ അതാണ് ഇന്നത്തെ വീഡിയോ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഗരീനെ കാണണ്ടതിൽ കുഴപ്പമില്ല. കാരണം എന്തുകൊണ്ടാണ് ഇതുവരെ ചെയ്ത് വെച്ചത്, എന്തുകൊണ്ട് അതാണ് അറിയേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മളെ അക്കൗണ്ട് അത് കാരണം ഞാൻ ഇവിടെ നോക്കെ. പിന്നെ ഇതേമാതിരി എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബാനായി. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഫ്രണ്ട് കളിച്ചോണ്ടിരിക്കുമ്പോൾ ഈ ഇതൊരു ട്രിക്കാണ്, ഒരു ബഗ്ഗാണ്. ഇതിങ്ങനെ ഇതങ്ങനെ സ്പാം ചെയ്യുന്നു. അപ്പോൾ ഈ സ്പാം ചെയ്യുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് എൻ്റെ അക്കൗണ്ട് എന്തായി, ബാനായ ഇതിൽ എന്ത് നല്ല വിഷമമുണ്ട്. എന്നുവെച്ചാൽ എന്നോട് വിളിച്ച് പറഞ്ഞു എന്താണിത് ഇങ്ങനെ അക്കൗണ്ട് പ്രശ്നമാണ്, ഒന്ന് 2 ദിവസത്തെ കളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഒരു സീനുള്ളോടാന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ കയ്യിലെ പടം പറഞ്ഞു. അങ്ങനെ പോയി. പിന്നെ എൻ്റെ ഒരു നോമ്പ് അക്കൗണ്ട് ഉണ്ട്, അതും ബാനായി. എന്നുവെച്ചാൽ ഞാൻ എന്താ പേരിട്ടതെന്ന് വെച്ചാൽ ഉള്ളി ജനിട്ടാണ് അതിൻ്റെ പേര്. അങ്ങനെ ഇട്ടേച്ച് വെച്ചതോ. അപ്പോൾ ഇവരെന്ത് ചെയ്ത് ബാൻ ചെയ്ത്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാൻ എന്ത് ചെയ്ത് അത് ഞാൻ അങ്ങനെ നമ്മൾ പിന്നെ പേടിച്ചിട്ടപ്പോൾ അതിൻ്റെ കളിക്കുന്നത്. ഇതിപ്പോൾ റേസ്റ്റാർ കാണണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അഥവാ റേസ്റ്റാറാണ് ഇതിൻ്റെ ഒരു എന്തിനാ അതിൻ്റെ പേര് ഒന്നും പറയില്ലാണ്, മോഡറേറ്റർ ആണ് വെച്ചാൽ റേസ്റ്റാർ ഇപ്പോൾ എല്ലാ പാവപ്പെട്ട പ്ലേയേഴ്സിനൊക്കെ ബാനാക്കില്ല, ഹാക്കേഴ്സിന് മാത്രം ബാനാക്കണമായിരുന്നു. അതാണ് റേസ്റ്റാർ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ എന്താണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിനല്ല, ഇവരിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം ഇതിങ്ങനെ ചെയ്യരുതായിരുന്നു അവർ. അതാണ് ഇവർ ആദ്യം നോക്കേണ്ട കാര്യം. അത് ചെയ്ത തന്നെ ഭയങ്കര തെറ്റാണ് ഇത്. അതും കൂടാതെ 2 ഏതോ പൊട്ട മോഡറേറ്ററിനെ കൊണ്ടുപോയിട്ടിരിക്കുന്നത്. അതാണ് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞത്. അത് മോശം പരിപാടിയാണ്. പിന്നെ എന്താ വെച്ചാൽ പിന്നെന്താ വെച്ചാൽ ഈ അക്ഷയനെ നിങ്ങൾക്ക് അറിയണം. ഈ 2 മോഡറേറ്ററെ ഇതുവരെ ആയിട്ടു അക്ഷയന് ഇത് കൊടുത്തില്ല, റീവാർഡ് കൊടുത്തില്ല. അത് ഭയങ്കര മോശം പരിപാടിയാണ്. മോശം പരിപാടി. ഇവരൊന്നും ഈ 2 പൊട്ട ഇതിനാണ് കൊണ്ടു നിർത്തുന്നത്. പിന്നെ റേസ്റ്റാറിൻ്റെ ഐഡി എനിക്കറിയാം, പക്ഷേ ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലാന്നുള്ളൂ. പക്ഷെ കാരണം ഇതാവും നിങ്ങൾക്ക് കാണിച്ചു തരാത്ത ഒന്നും കാണിച്ചു തരാൻ പറ്റാത്ത ഇതിലായി പോയതാ. പിന്നെ വരുന്നത് എന്താണ് ഈ 2 മോഡൽ മാറ്റണം.
പറ്റുന്നു ഗരീന തന്നെ. നല്ല കാര്യമാണ് കാരണം ഇവര് പറയുന്നൊക്കെ ഞാൻ ഇതിന് മുന്നേ ഇങ്ങനെ എൻ്റെ അക്കൗണ്ട് ഇങ്ങനെ ബാനയക്കണം, എൻ്റെ ഫ്രണ്ടിൻ്റെ ബാനയക്കണേ, പിന്നെ എൻ്റെ ഒരു ന്യൂബ് അക്കൗണ്ടും ബാനയക്കണം. അങ്ങനെയുള്ള സ്ഥിതിക്കാണ് ഈ ഗരീന ആൾക്കാരെ ഇതാക്കുന്നത്. വെറുതെ ഓരോന്നും ഗരീന ഇതാക്കുന്നില്ല. അപ്പം അമ്മ മാത്രം എന്താക്കണേ? അതാണ് എൻ്റെ മെയിൻ ക്വസ്റ്റ്യൻ. ചെയ്ത് തന്നെ നല്ല ഇതാട്ടോ, നല്ല അടിപൊളി തന്നെ. ഇവരൊന്ന് ഇതാക്കരുത്, മോശം. ഞാൻ വീഡിയോ ഇടാൻ കാരണം തന്നെയാണ്. അപ്പം ഇന്നത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ നിങ്ങളുടെ അക്കൗണ്ടൊക്കെ നിങ്ങൾ ബാന പോയിട്ടുണ്ടെങ്കിൽ ഇത് പറയണം. പിന്നെ ഒന്നും ഉണ്ടാണ്ട് പറയട്ടെ, കുഴപ്പമില്ല, ഞാൻ മാറ്റാം, ഒരു കുഴപ്പമില്ല, എനിക്ക് യൂസ് ചെയ്യില്ല. പിന്നെ എന്താ ഉള്ളത്, ഇതൊരു ട്രിക്കല്ല, ട്രിക്ക് പറയാം. അങ്ങനെ വെച്ചിരുന്നാൽ അങ്ങനെ അടിച്ചാൽ ഒരു പതി എടുത്തു. എന്താ ഈ ഗരീന ശരി ഭയങ്കര മോശമാണ്. പിന്നെ അറിയാലോ, ഇനി ഞാൻ അക്ഷയൻ്റെ കൂടെ കളിച്ച്, പക്ഷേ അക്ഷയൻ്റെ കൂടെ കളിച്ചില്ല, സോറി, എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കളിച്ച്. ഓൻ ഉപക്കണ്ടിയിൽ തോന്നുന്നു കളിച്ചത്. ഓൻ ഉപക്കണ്ടിയിൽ കളിച്ചത്. നമ്മളിങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയിൽ എന്നുവെച്ചാൽ DR കേട്ടോ കളിക്കുന്നു. കാരണം ഓൾക്ക് അവിടെ ഉപക്കൗണ്ട് എന്താണ് ഓൾഡ് അക്കൗണ്ട് വരികയാക്കണം എന്നാകും പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നാ കൂട്ടിന് ഒന്നേക്കാം, കുഴപ്പമില്ലല്ലോ, എന്താ ഇപ്പോൾ പ്രശ്നം എന്നൊക്കെ വിചാരിച്ചു ഞാൻ നേരെ പോയി. അങ്ങനെ പോയതിൻ്റെ നേരാണ് ഇതത് പ്രശ്നമായത്. പിന്നെ ഇതായി എല്ലാമായി. ഇപ്പോൾ ഒന്നും ചെയ്യാത്ത അവസ്ഥയിലാണ്, ഒന്നും ചെയ്യാൻ കഴിയാത്ത. പിന്നെ അറിയാലോ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒന്നും പറയണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾ ഓരോ സബ്സ്ക്രൈബിനനുസരിച്ച് ഞാൻ എല്ലാ ദിവസവും പുഷപ്പ് എടുക്കും. എത്ര നിങ്ങൾ ആക്കണം അത്ര ചലഞ്ച് കിട്ടും. എത്ര ലൈക്ക് വേണേ ലൈക്ക് ചെയ്താൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ പുഷപ്പ് എടുക്കണം. അഥവാ ഞാൻ ലൈവ് ഇടുകയാണെങ്കിൽ, ലൈവ് ചെയ്യണമെങ്കിൽ 50 സബ്സ്ക്രൈബേഴ്സ് വേണമല്ലോ, 50 ആയില്ലല്ലോ. അപ്പോൾ ഞാൻ ലൈവ് ഇടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ നിങ്ങൾ മുന്നിൽ വെച്ചിട്ട് ഞാൻ ഇതാക്കും, ഉറപ്പ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.